വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തെ സംബന്ധിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച സൂപ്പർ ജിമ്മി എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് അണിയറ പ്രവർത്തകരും സിനിമാ താരങ്ങളും കാഞ്ചിയാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ഹൈസ്കൂളിലെത്തി. സിനിമാ താരം കോബ്ര രാജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തെ ആസ്പദമാക്കി നിർമ്മിച്ചിരിക്കുന്ന ചിത്രമാണ് സൂപ്പർ ജിമ്മി. ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് അണിയറ പ്രവർത്തകരും അഭിനേതാക്കളും മുരിക്കാട്ടുകുടി സ്കൂളിൽ എത്തിയത്. കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ ഇത്തരത്തിൽ അണിയറ പ്രവർത്തകർ നേരിട്ടെത്തി വിദ്യാർത്ഥികളിൽ ബോധവൽക്കരണം നൽകുന്നുണ്ട്. കട്ടപ്പന പുളിയന്മല സ്വദേശിയായ ദേവനന്ദ രതീഷ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന സൂപ്പർ ജിമ്മിയിൽ മറ്റ് ഒട്ടനവധി താരങ്ങളും അഭിനയിച്ചിട്ടുണ്ട്. സ്കൂളിൽ നടന്ന പരിപാടി ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിലൂടെ കോമഡി വേഷം ചെയ്ത പ്രശസ്തനായ കോബ്ര രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഒരു അപേക്ഷയായിട്ടാണ് സൂപ്പർ ജിമ്മി എന്നുള്ള സിനിമ. നിങ്ങൾ കഴിഞ്ഞാൽ ഒരുപാട് സിനിമ ഇറങ്ങുന്നു പോകുന്നു, എന്തിനാ സ്കൂളിൽ വന്ന് ഈ സിനിമ പിന്നെ നിങ്ങൾ പറയേണ്ട ആവശ്യം എന്താണെന്നൊരു ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും. കാരണം സാർ പറഞ്ഞു മയക്കുമരുന്നിൻ്റെ ഒരു വിഷയമാണ്. അതല്ല, എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം. ഒപ്പം നിങ്ങളുടെ ഈ നാടിൻ്റെ ഒരു കലാകാരി ദേവനന്ദ നല്ല വേഷം ചെയ്യുന്നുണ്ട്. തൊട്ട് ഒരു ദുഃഖ കഥാപാത്രമാണ്, ഒരു തമിഴ് പെൺകുട്ടിയാണ്. പോയി കാണുക. അതുമാത്രമല്ല, ഈ സിനിമയിൽ ചിരിക്കാൻ മറ്റുള്ള എൻ്റെ പല സിനിമകളും കണ്ടുണ്ടായി. ഇതൊക്കെ ഞാൻ കുടിയനാണ്, ഇതിനകത്ത് ഞാൻ കുടിയനല്ല, ഫുൾ കഞ്ചാവ്. അവസാനം എൻ്റെ കഥാപാത്രം ഇത് ഉപേക്ഷിക്കുന്ന ഒരു സംഭവം പടത്തിലുണ്ട്. ഒന്ന് കണ്ടു മനസ്സിലാവും. നമ്മൾ ഏറ്റവും കൂടുതൽ ഈ സാധനം വേണ്ട എന്ന് ഞാൻ കൂടുതൽ പറഞ്ഞ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഞാൻ പറഞ്ഞ ആവശ്യം നിങ്ങൾക്ക് അറിയാം, മടുക്കും. പക്ഷേ ഈ പടത്തിലൂടെ ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും ഇത്രയും ഭീകരനായിരുന്നു ഈ മയക്കുമരുന്ന് എന്നെ മക്കൾ മനസ്സിലാക്കും. അനു പുരുഷോത്തമനാണ് കഥ, തിരക്കഥ, സംവിധാനം എന്നിവ നിർവഹിച്ചിരിക്കുന്നത്. ജനുവരി 24-ന് സിനിമ തിയേറ്ററുകളിൽ എത്തും. പരിപാടിയിൽ സ്കൂൾ പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണ, പ്രൊഡ്യൂസർ രാജീവ് മലയാലപ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു.